ഈ ചാനൽ ആരംഭിക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കഥ ഏകദേശം 5 വർഷമായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കഥ. ഡിസംബർ 15-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് എൻ്റെ പ്രേക്ഷകർക്കുള്ള ക്രിസ്മസ് സമ്മാനമായി. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിദൂരരാണ്. ഏകദേശം 1.5 വർഷത്തോളമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് നല്ല കമൻറ്റുകൾ തരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും ഓർത്തുകൊണ്ട് പുതിയൊരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. കൂടുതലും നല്ല രീതിയിലുള്ള കമൻറ്റുകളാണ് എനിക്ക് ലഭിക്കാറുള്ളത്. നമ്മുടെ ചാനലിൽ വിമർശനങ്ങൾ പൊതുവെ കുറവാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കലാമൂല്യമുള്ള കഥകൾ അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ കൂടുതലും ശ്രമിക്കാറുള്ളത്. നമ്മുടെ പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് കഥകളിലും അതിൻ്റെ രൂപഘടനയിലും സാധാരണ കഥകളിൽ നിന്നും മാറ്റം വരുത്തി കുറച്ചുകൂടി ലോജിക്കലായിട്ട് ഒരു കഥ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് എൻ്റെ കഥകൾ പലപ്പോഴും താമസിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം. ലളിതമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രകൃതിയെയും ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തെയൊക്കെ വർണ്ണിച്ചുകൊണ്ട് കഥകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ദൈർഘ്യം കൂടിപ്പോകും. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരും. വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ലോകത്ത് സമയത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവം, അതുമായിട്ട് അനുബന്ധമായി നിൽക്കുന്ന മറ്റു കഥാപാത്രങ്ങളുടെ സ്വഭാവ വൈചിത്ര്യങ്ങളും അയാളുടെ മാനറിസങ്ങൾ പറയേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതിനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നു. അതുകൊണ്ട് കഥകൾക്ക് നീളം കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടിക്കാലം മുതൽ കഥകൾ ഇഷ്ടപ്പെട്ട എനിക്ക് കഥകൾ കേൾക്കാനും അതിനെ ആസ്വദിക്കാനും പഠിച്ച എനിക്ക് എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ ഫ്രെയിമുകൾ ഒരു ക്യാമറയിൽ പകർത്തുവാനും അതൊരു ഫിലിമിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു കഥ പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ വിഷ്വൽസ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ വളരെ പ്രയാസമാണ്. അശ്രദ്ധയോടുകൂടിയോ സ്പീഡിലോ കഥകൾ കേൾക്കുന്ന ഒരാൾക്ക് ആ കഥാപാത്രത്തിൻ്റെ വികാരങ്ങൾ, മാനറിസങ്ങൾ കൂടുതലായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്ന് വരില്ല. അതൊക്കെ കഥ പറച്ചിലിനെ ബാധിക്കുന്ന ദോഷഫലങ്ങളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ചാനൽ ആരംഭിക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഷോർട്ട് ഫിലിം എന്ന ആശയം. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കഥ ഏകദേശം 5 വർഷമായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കഥ. വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രേക്ഷകർക്കുള്ള ക്രിസ്മസ് സമ്മാനമായി നമ്മുടെ ചാനലിൽ ഞാൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്യുകയാണ്. ഒരു സിനിമയുടെ സാങ്കേതികമായിട്ടുള്ള മികവോ മറ്റു കാര്യങ്ങളുമൊന്നും ഇതിൽ നിന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ കാണുക, വിലയിരുത്തുക. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അതിനായിട്ട് എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമാണ് ഇതിന് പിന്നിൽ. നമ്മുടെ ചാനലിൽ ഈ ഷോർട്ട് ഫിലിമിൻ്റെ ട്രെയിലർ അപ്ലോഡ് ചെയ്യുന്നതാണ്. കണ്ടിട്ട് വിലയിരുത്തുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എൻ്റെ ഒരു എളിയ ശ്രമം എന്ന നിലയിൽ നിങ്ങളിതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്റർ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ്. ട്രെയിലർ തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് കാണണം. നിങ്ങളുടെ വിലയേറിയ പ്രോത്സാഹനം തരണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയണം. ക്രിസ്മസ് സമ്മാനമായി നമ്മളുടെ ഷോർട്ട് ഫിലിം വരും. അതിനെ പ്രോത്സാഹിപ്പിക്കുക. ഞാനൊരു സംവിധായകൻ്റെ മേലങ്കി എടുത്തിടാൻ പോവുകയാണ്.
എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അത് നിങ്ങളുടെ വിധി എന്ന് കരുതി സമാധാനിക്കുക. അപ്പോൾ നമ്മുടെ ട്രെയിലർ വരും തിങ്കളാഴ്ച. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.